വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഇത് മേടിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. 12 രൂപയൊക്കെ. നമ്മള് വെട്ടി കളിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ കച്ചവടം നടത്തി നമുക്ക് വല്ല അരി മേടിക്കാൻ നല്ല കാഴ്ച നോക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, 15 രൂപയ്ക്ക് സാധനം മേടിക്കാൻ വേറെ ആൾക്കാർ വന്നേ. വേറെ ആൾക്കാർ വന്നിട്ട് എല്ലാവരും ഇവിടെ കൂട്ടി കൊണ്ടു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വല്ല അരി മേടിക്കാനുള്ള കാശല്ലേ. എന്താ വില? 20 രൂപയുള്ളോ? അതോ ചാളക്ക് എങ്ങനെ? ഇല്ല 4 രൂപ സാറേ. ഒരു 1/2 കിലോ എടുക്ക്. അത് 30 രൂപയാണ്. ചുരുങ്ങിയ റേറ്റ് ഒന്നും 25 രൂപയുടെ മേലെ ഉള്ളൂ. സാർ, ആ ഇസ്മായിൽ, ഞാൻ വീട് വരെ പോയിരുന്നു. അപ്പോഴേ ഇങ്ങോട്ട് പോന്നു പറഞ്ഞു. എന്താ കാര്യം? സിമെന്റിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം. സാറേ മീൻ വേണ്ടേ? നല്ല ഒന്നാം തരം സാധനം. എന്താ നിങ്ങൾ ഈ ചോദിക്കും? നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കൂടുതൽ മേടിക്കും. 25 രൂപയുള്ളൂ. അങ്ങനെ പോണു മുന്തിയ സാധനം ഒരു 2 കിലോ ഞാൻ തിരിച്ചു ശരിയാക്കി. ഇസ്മായിൽ എന്ന് വന്നു? 2 ആഴ്ചയായി. ഇപ്പൊ എവിടെ? ഷാർജയിലാ. എത്ര ദിവസം ലീവ് ഉണ്ട്? ഇനി 20 ദിവസമേ ഉള്ളൂ. ഇസ്മായിൽ ഇവിടെ എന്തിലാ? ചെറിയ ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ വെച്ചതാണോ? ആ, അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോണു സാർ. പിന്നെ വാങ്ങാൻ വരുന്നവർ അറബികളായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. പറയുന്ന വില കൊടുത്ത് അവർ സാധനം വാങ്ങിക്കോളും. വില വേകുന്ന പരിപാടിയൊന്നും ഓർക്കില്ല. ഇസ്മായിൽ പോയിട്ട് ഇപ്പൊ എത്ര കാലമായി? 9 കൊല്ലം. ആ, അപ്പോ നല്ലൊരു സേവിങ്സ് ഉണ്ടാവണമല്ലോ. എന്ത് പറയാനാ സാർ, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചില്ലേ? അതിന് തന്നെ വലിയൊരു സംഖ്യയായി. പേർഷ്യക്കാരുടെ പെങ്ങന്മാർക്ക് വില കൂടുതലല്ലേ സാറേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിയില്ലേ? ഷോർണി കൃഷ്ണേട്ടന്റെ 4 ഏക്കർ തെങ്ങുംപറമ്പ് വാങ്ങിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ചെയ്യണം. എന്താ സാർ, 2 പൈസ കയ്യിൽ വരുമ്പോഴേക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു ഇടാകുടം. വേണ്ടപ്പെട്ടവർ എന്തെങ്കിലും ആവശ്യപ്പെട്ട എങ്ങനെയാ കൊടുക്കാണ്ടിരിക്കുക? ബന്ധക്കാരും ശേഷക്കാരുമായി തോറ്റു. അവരെയൊക്കെ നമുക്കെങ്ങനെ മറക്കാൻ പറ്റുമോ? പാപ്പയ്ക്ക് വയ്യാണ്ടായി ഞങ്ങൾ പത്നിയായപ്പോ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല സാർ അന്ന്. നിനക്ക് മനസ്സിലായില്ലേ? ഇസ്മായില് നമ്മുടെ തുന്നക്കാരൻ മുഹമ്മദ് മാപ്പിളയുടെ മോനെ. പിന്നെന്താ, അറിയില്ലേ? കുടിക്കാണെങ്കിലും ഇസ്മായിൽ എന്തിനാ സിമന്റ്? ഒരു തൊഴുത്തുണ്ടാക്കണം എന്ന് പറഞ്ഞ് ബാപ്പ തിരക്കൂട്ടാന്ന് പറഞ്ഞിട്ട് കുറെ കാലായി. പോകുന്നതിന് മുമ്പ് അതൊന്ന് കെട്ടിക്കൊടുക്കാന്ന് വെച്ചാ. കോയമ്പത്തൂരിൽ നിന്ന് മൂപ്പർ 2 ജേഴ്സി പശുക്കളെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ആശാരപ്പണിയൊക്കെ കഴിഞ്ഞിരിക്കുക. സിമന്റ് കിട്ടാത്തോണ്ടാ. ഇസ്മായിൽ ഒരു കാര്യം ചെയ്യും. എത്ര ചാക്ക് വേണ്ടി വരും? ഒരു 20 ചാക്ക് കിട്ടിയാൽ തൽക്കാലം ഒപ്പിക്കാമായിരുന്നു. ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി ഓഫീസിൽ കൊണ്ടുവരും. 10 ചാക്ക് ഉടനെ ശരിപ്പെടുത്താം. ഒരാഴ്ച കഴിഞ്ഞ് ഒരു യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് ശരിപ്പെടുത്താം. 1 ചാക്ക് സിമന്റ് കൊടുക്കാൻ പാടില്ലെന്ന. ഓഹോ, നിങ്ങൾക്ക് ചായ വേണോ? വേണ്ട. മോർണിംഗ് വന്നേ. മോനെ എത്രയിലാ പഠിക്കണേ? 2-ല്. അമ്മ അയാൾ എന്തൊരു മണം. നമ്മുടെ ഉപ്പയുടെ മണത്തിന് ഏറെ ഉണ്ട്. മോളെത്രയിലാ പഠിക്കണേ? 5-ല്. പാപ്പാക്ക് എങ്ങനെ? അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ടോ? അസലായി. മൂപ്പറിലെ ഇന്നാൾ കോയമ്പത്തൂര് പശുക്കൾ വാങ്ങിക്കൊണ്ടുവന്നത്. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം.
ഞങ്ങളുടെ ജാക്കറ്റൊക്കെ തയ്ക്കാൻ അമ്മ മൂപ്പരുടെ കയ്യിലേ കൊടുക്കൂ. സൈനബ സുഹറയൊക്കെ ഇവിടെ ഉണ്ടോ? സൈനബ കുവൈറ്റില്ല. സോറ മെഞ്ഞാന്ന് വന്ന് പോയതേ ഉള്ളൂ. അവളെ തൃത്താലക്കല്ലേ കെട്ടിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഒന്നിച്ചാ കൃഷ്ണമാഷ്ട സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചത്. താത്ത പറയാറുണ്ട്, പുതിയ വീട് പണിച്ചിട്ടിപ്പോ ഒരു 3 കൊല്ലമായിട്ടുണ്ടാവില്ലേ? ആ, എന്തായി അതിന്? ഒരുപാട് കാശായി. ഒരു 3.5-4 ഉറുപ്പിയോളായി. ഇപ്പോഴാണെങ്കിൽ അതിന്റെ ഇരട്ടിയോളമെങ്കിലും ആവും. എന്താ സംശയം? അന്ന് കഴിഞ്ഞത് ഭാഗ്യായി. ഇസ്മായിൽ മനക്കിലെ പറമ്പ് ചോദിച്ചെന്ന് കേട്ടുല്ലോ. ചോദിച്ചു, പക്ഷെ അവര് വലിയ വിലയാ പറയണേ. വീട്ടിലേക്ക് ഒരു റോഡ് ആവശ്യമുള്ളത് കൊണ്ട് എന്ത് വില പറഞ്ഞാലും ഞങ്ങൾ എടുക്കുന്ന അവർ കരുതിയിട്ടുള്ളത്. അവരെത്രയാ പറയണേ? സെന്റിന് 10,000 വെച്ച്. ഇതെന്താ വല്ല ന്യൂയോർക്ക് പറ്റുവാണ്? അതിത്തിരി കടന്നു കൈയായി പോയി. നിങ്ങളല്ലാതെ അതിപ്പം വേറെ ആരും വന്ന് വാങ്ങാൻ പോണില്ല. ഞാനൊരല്പം പിന്നോട്ട് നിൽക്കാ. ഇപ്പോ ഞാൻ തിരുമേനി വന്നിരുന്നു. നാരായണ നമ്പൂതിരിക്ക് ഒരു വിസ വേണമെന്നും പറഞ്ഞു. അപ്പൊ ഞാനും ഒരു വില പറഞ്ഞു. മകൻ നക്സലായിട്ട് 4 ചുറ്റാത്രേ. എങ്ങനെയെങ്കിലും അവനെ കൊണ്ടുപോകണമെന്നാ മൂപ്പര് പറയണേ. 25,000 പറഞ്ഞപ്പോ മൂപ്പര് വഴിക്ക് വന്നു. ഇപ്പൊ സ്ഥലം വേണമെങ്കിൽ ഒരു 7,000-ന് തരാന്നായിരുന്നു. ഒരു വിസ എടുത്തു കൊടുക്കണമെന്ന് മാത്രം. ഒരു വിസയ്ക്ക് ശരിക്കും എന്ത് വരും? പല മാതിരിയാണെന്നേ. 10-15 കൊടുക്കേണ്ടി വരും ചിലപ്പോ. ഈ സ്പോൺസറുടെ പ്രോബ്ലം ഇപ്പോഴുണ്ടോ അവിടെ? അതൊന്നും വലിയ പ്രശ്നമല്ല. ജോലിക്കൊക്കെ ഇപ്പോഴും സ്കോപ്പ് ഉണ്ടല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യ. ചിലപ്പോ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളവും. പിന്നെ എന്തെങ്കിലും കൈത്തൊഴിൽ അറിഞ്ഞിരുന്നാൽ നല്ലതാ. എങ്ങനെ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചവർക്കൊക്കെ വല്ല മെച്ചമുണ്ടോ അവിടെ? ഒരു കാര്യവുമില്ലെന്നേ. ഒരു ടൈപ്പിസ്റ്റിന് ഏറ്റവും കൂടിയാൽ 1,500 ദിർഹം കിട്ടും. അതുകൊണ്ട് എന്താവാനാ? ഭക്ഷണവും താമസവും കഴിഞ്ഞാ പിന്നെ ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പോരാത്തതിന് ഓഫീസുകളിലൊക്കെ ടൈപ്പിസ്റ്റുകളായി ലെബനാനികളെ മിസ്റ്റുകളെയാണ് വെക്കുന്നത്. എല്ലാ ജോലികളിലും അറബികളെ നിയമിക്കാനല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്, പ്രത്യേകിച്ച് ഓഫീസുകളിൽ. അതുകൊണ്ട് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞതൊന്നും ഒരു കാര്യമില്ല. പിന്നെ വേറെന്ത് പഠിച്ചാലാണ് അവിടെ രക്ഷ? തുന്നക്കാർക്ക് നല്ല ചാൻസാ, ജോലിയും കിട്ടും. ഇനിയിപ്പോ ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു മെഷീൻ എടുത്ത് വെച്ച് കോൺട്രാക്റ്റിൽ തുന്നിക്കൊടുത്താൽ അവന് കഴിയാനായി. ഒരു പാന്റ് തുന്നിക്കൊടുത്താൽ 40-60 ദിർഹം കിട്ടും. ഒന്നും അറിയില്ല. ഈ 60 ദിർഹം എന്ന് വെച്ചാൽ എത്ര രൂപ ഉണ്ടാവും? ഒരു 150 രൂപയോളം വരുമല്ലേ? ആ, ഏതാണ്ട്. ഞാനെന്ന് അങ്ങോട്ട് വന്നാലോ ഇസ്മായിലെ? സാർ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ടോ? ആ, ലീവ് എടുക്കാലോ. ഹേയ്, സാറിന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇസ്മായിൽ അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ജീവിച്ചു പോണ്ടേ? എന്താ ഇപ്പൊ സാധനങ്ങളുടെ വില? നിങ്ങളുടെ ശമ്പളം കൊണ്ട് 10 ദിവസം കഴിയാൻ ഒക്കില്ല. പറ്റുമെങ്കിൽ ഒരു വിസ ശരിയാക്കി കൊടുക്കുന്നേ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് സാധിക്കില്ലേ? കാര്യമായിട്ടാണോ? ആ, കാര്യമായിട്ട് തന്നെ. എന്നാലൊരു പാസ്പോർട്ട് എടുക്കാൻ നോക്കായിരുന്നില്ലേ? അതൊക്കെ എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഞാൻ പോകുമ്പോ ആ പാസ്പോർട്ട് ഡീറ്റെയിൽസും തന്നാ മതി. വിസയുടെ കാര്യം ഞാൻ എഴുതാം. പിന്നെ തുന്നലൊന്നും പഠിച്ചിരിക്കുന്നതല്ല. സാറിന് വേറെ എന്തെങ്കിലും ജോലി കിട്ടിയെന്ന് വരും. ഒന്നും ശരിയായില്ലെങ്കിൽ അപ്പൊ ഞാൻ പറ്റേ ഊണ് കഴിച്ചിട്ട് പോവാം. വീട്ടില് ബാപ്പ കാത്തിരിക്കണ്ടാവും. വരട്ടെ. ചേച്ചി ചേച്ചി പശു പനിയം തിന്നണോ? അമ്മേ, അച്ഛന്റെ പനി ഏതാ? പശു തിന്നണോ? അയ്യോ, പിടിക്കടി കുത്തമ്മേ, ഞാൻ പിടിക്കാം. അടുത്ത ബുധനാഴ്ചയാ ഭാസ്കരന്റെ മോളുടെ കല്യാണം. ഓർമ്മയുണ്ടോ? അതിനെന്താ? അതിനെന്താന്നോ, കല്യാണത്തിന് പോണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ വെച്ച് എന്റെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ട് വരണമെന്ന്. ആ, അതിനിപ്പോ ഞാൻ വിചാരിച്ച എന്താ മാർഗം?
എന്നാ പിന്നെ കല്യാണത്തിന് പോകണ്ടെന്ന് വെക്കണം. ആ പോകാതിരിക്കാൻ പറ്റൂ? ആഹാ, കയ്യിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ പോവാൻ എന്നെ കൊണ്ടാവില്ല. എത്ര ആളുകൾ വരുന്ന സ്ഥലമാണെന്നറിയോ? ഈ ദാരിദ്ര്യം എന്നാണ് ഒന്ന് തീരുന്നത്? ദാരിദ്ര്യം തീരണമെങ്കിലേ നിങ്ങളുടെ ഈ നക്കാപ്പിച്ച ജോലിയുമായിട്ടിരുന്ന ശരിയാവില്ല. എന്നാലേ ഈ ജോലി എങ്ങനെ ആയി വെച്ചേക്കാം. എനിക്ക് വേണ്ടി ആരും രാജിവെക്കണ്ട. ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളോട് ആ തുന്നലൊന്ന് പഠിക്കാൻ. വിസ ശരിയാക്കാമെന്ന് ഇസ്മായിൽ പറഞ്ഞല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു തണുപ്പന. തയ്യല് പഠിക്കുന്നത് ആരെങ്കിലും കണ്ട മോശമല്ലേ പത്മാവതി? എന്ത് മോശം? തക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ സ്വന്തം ആവശ്യത്തിനാണെന്ന് അങ്ങ് പറയണം. പിന്നെ ഗൾഫിലെത്തിയാൽ എന്ത് പണി ചെയ്താൽ ആരറിയാനാ? ആ ഇസ്മായിലിനെ കണ്ട് പഠിക്കും നിങ്ങൾ. ഇവിടെ തല്ലിപ്പൊളിയായി വീട് തീർത്ത് നടന്നിരുന്നാ. ഇപ്പൊ കാശായപ്പോ എല്ലാവർക്കും അവനെ വേണം. തയ്യൽ ടൈപ്പ്റൈറ്റിംഗ് പോലെ എത്ര പ്രയാസമുള്ളല്ലെന്നേ. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അല്പം ബുദ്ധിയുള്ള കൂട്ടത്തിലല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്ക്. വട്ടം പിടിപ്പിക്കാൻ പോലും അറിയാൻ മേത്ത ഞാനാ ഇനി തയ്യല് പഠിച്ച് ദുബായി പോയി സമ്പാദിക്കാൻ പോണം. എന്നാൽ ഒന്നും വേണ്ട. നമുക്ക് ഈ ചാളക്കൂട്ടാനും കൂട്ടി പണ്ടം പണയമായിട്ടങ്ങ് കഴിയാം. ഇതെങ്ങനെയാ കീറിയത്? പശു തിന്നതാ. നീ കേട്ടടച്ചില്ലായിരിക്കും. ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ഫോറിൻ പനീന ആ പാവം ജോണി തന്നതാ. ഓ, ഒരു പാവം ജോണി. NOC അയക്കാന്ന് പറഞ്ഞു പോയ പുള്ളിയാ. ഇതുവരെ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ഒരു ഡസൻ ബനിയൻ ബാലന്മാന്റെ മോൻ സുധൻ എഴുതിയാൽ അവൻ വരുമ്പോ കൊണ്ടുവരും. മാർച്ചിൽ അവൻ വരുന്നുണ്ട്. ഇനി ഇതിനെ ചൊല്ലി കണ്ണീരൊഴുക്കണ്ട. എന്നാലൊരു വിസയുടെ കാര്യം നിനക്ക് എഴുതി കൂടെ? അതിന് നിങ്ങൾ വളയിലും തുളയിലും ഓടിക്കില്ലല്ലോ. കയ്യിൽ പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഞാനെന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഏതായാലും നോക്കട്ടെ. പിന്നെ നീ ആ സുധന്റെ അഡ്രസ് നീ തന്നെ എന്തിനാ? ഇങ്ങോട്ട് എടുക്ക്. അവൻ വരുമ്പോ എനിക്കില്ല സാധനങ്ങൾ കൊണ്ടുവരാൻ എഴുതാനാ. എന്ത് സാധനങ്ങളാ? നമുക്ക് ആവശ്യമുള്ളതാടി. സാറോ സിമന്റ് മറ്റേ 10 കൂടി സാങ്ഷൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് വായിച്ചോളൂ. ശരി സാർ. പിന്നെ ഞാൻ മറ്റന്നാ പോകും. അതിനിടയ്ക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ആണോ? എന്നാ ഞാൻ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊടുത്തേക്ക്. ശരി സാർ. പിന്നെ ഞാൻ പറഞ്ഞത് പഠിക്കാൻ മറക്കണ്ട. ആ നോക്കണം. ആ. വാ. ആരുമില്ലേ ഇവിടെ? ഇത് ഇസ്മായിലൊക്കെ തന്നയച്ചതാ. ഇവിടെ തരാൻ പറഞ്ഞു. എന്താ മോനെ ഇത്? എനിക്കറിയില്ല. അച്ചപ്പം കൊള്ളിപ്പോന്നാ തോന്നണ. നല്ല മണണ്ട് കൊട്ട. ഞാൻ പോവാ. നിക്കും മോനെ, ഒന്ന് തിന്നു പൊയ്ക്കോ. എനിക്ക് വേണ്ടത്